ഹായ് നമസ്കാരം, ഏവർക്കും സ്കിൽ ട്രെയിനറുടെ കറണ്ട് അവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ നവംബർ മാസം 1-ാം തീയതി മുതൽ നവംബർ മാസം 14-ാം തീയതി വരെയുള്ള കറണ്ട് അവേഴ്സ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നവംബർ 15 മുതൽ 28-ാം തീയതി വരെയുള്ള കറണ്ട് അവേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അവേഴ്സും അത് സംബന്ധിച്ചിട്ടുള്ള അനുബന്ധ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇതിൽ ഒന്നാമതായിട്ട് വരുന്ന ചോദ്യം നവംബർ 18-ന്റെ പ്രത്യേകത എന്നുള്ളതാണ്. അപ്പോൾ നവംബർ മാസം, ഇപ്പോൾ നമുക്ക് ഏവർക്കും അറിയാം നവംബറിന്റെ കറണ്ട് അവേഴ്സാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നവംബറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് നവംബർ 18-ന്റെ പ്രത്യേകത എന്ത് എന്നുള്ളതാണ്. അപ്പോൾ ദേശീയ പ്രകൃതി ചികിത്സാ ദിനമാണ് നവംബർ 18 എന്നുള്ളത്. അപ്പോൾ 2018-ൽ ആയുഷ് മന്ത്രാലയമാണിത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ നവംബർ 18-ന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദേശീയ പ്രകൃതി ചികിത്സാ ദിനമാണ്. അപ്പോൾ രണ്ടാമതായിട്ട് വരുന്ന ചോദ്യം 2025 നവംബറിൽ H5N5 വൈറസ് മനുഷ്യനിൽ കണ്ടെത്തിയ രാജ്യം ഏത് എന്നുള്ളതാണ്. അപ്പോൾ 2025 നവംബറിൽ H5N5 വൈറസ് മനുഷ്യനിൽ കണ്ടെത്തിയ രാജ്യം എന്ന് പറയുന്നത് അത് വാഷിങ്ടൺ ആണ്, US ആണ്. അപ്പോൾ അമേരിക്ക USA ആണ്, വാഷിങ്ടണിലാണ് 2025 നവംബറിൽ H5N5 വൈറസ് എന്ത് ചെയ്തത് മനുഷ്യനിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ വാഷിങ്ടണിൽ സംസ്ഥാനത്തെ ഒരു താമസക്കാരിലാണ് ഈ വൈറസ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ വാഷിങ്ടണിൽ എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഒരു താമസക്കാരിലാണ് ഈ വൈറസ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 2025 നവംബറിൽ H5N5 വൈറസ് മനുഷ്യനിൽ കണ്ടെത്തിയ രാജ്യം ഏതെന്ന് ചോദിച്ചപ്പോൾ അത് US വാഷിങ്ടൺ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അടുത്ത് മൂന്നാമതായിട്ട് വരുന്ന ചോദ്യം തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ വാർഡ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എവർക്കും അറിയാം, ഇപ്പോൾ തന്നെ നിലവിൽ ഇപ്പോൾ ഇലക്ഷൻ പീരീഡ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ വാർഡ് എന്ന് പറയുന്ന മുല്ലപ്പെരിയാറാണ്. അപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഇടുക്കി ജില്ലയിലെ മുല്ലപ്പെരിയാറിലാണ് തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ വാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ വിസ്തൃതി കണക്കാക്കുന്നത് 964 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇതിൽ 925 ചതുരശ്ര കിലോമീറ്ററും പെരിയാർ കടുവ സങ്കേതമാണ്. അപ്പോൾ തദ്ദേശീയ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ വാർഡായിട്ട് കണക്കാക്കുന്നത് മുല്ലപ്പെരിയാറാണ്. അപ്പോൾ ഇതിന്റെ വിസ്തൃതിയായിട്ട് കണക്കാക്കുന്നത് 964 ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പോൾ ഇതിൽ ഈ 964 ചതുരശ്ര കിലോമീറ്ററിൽ 925 ചതുരശ്ര കിലോമീറ്ററും എവിടെയുണ്ട്? പെരിയാറിലെ കടുവ സങ്കേതമായിട്ടാണ് എന്ത് ചെയ്തത് കണക്കാക്കുന്നത്. അപ്പോൾ നാലാമതായിട്ട് വരുന്ന ചോദ്യം അടുത്തിടെ നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമായി നിയമിതനായ വ്യക്തി ആര് എന്നുള്ളതാണ്. അപ്പോൾ അടുത്തിടെ നമുക്കറിയാം പ്ലാനിംഗ് കമ്മീഷന്റെ മറ്റൊരു പകർപ്പാണ് നീതി ആയോഗം എന്ന് പറയുന്നത്. അപ്പോൾ നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമായി നിയമിതനായിട്ടുള്ളത് ആര് എന്നുള്ളതാണ്. അപ്പോൾ അത് അരവിന്ദ് വീർമണിയാണ് നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമായി നിയമിതനായിട്ടുള്ള വ്യക്തിയാണ് അരവിന്ദ് വീർമണി. അപ്പോൾ അരവിന്ദ് വീർമണി ഒരു ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ്. അപ്പോൾ എക്കണോമിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധനശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയിട്ടാണ് അരവിന്ദ് വീർമണി എന്ന് പറയുന്ന വ്യക്തി. അടുത്ത ഏഴാമത്തെ ചോദ്യം അടുത്തിടെ GI ടാഗ് ലഭിച്ച ഗുജറാത്തിൽ നിന്നുള്ള ഉൽപ്പന്നം ഏത് എന്നുള്ളതാണ്. അപ്പോൾ അടുത്തിടെ GI ടാഗ് ലഭിച്ച ഗുജറാത്തിൽ നിന്നുള്ള ഉൽപ്പന്നം എന്ന് പറയുന്നത് അത് അംബാജി മാർബിൾ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലൂടെ കിടക്കാം. ഇതിൽ INS മാഹിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ ഉൾപ്പെട്ട ആയുധം ഏതെന്നുള്ളതാണ്. അപ്പോൾ INS മാഹിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ ഉൾപ്പെട്ട ആയുധം എന്ന് പറയുന്നത് ഉറുമിയാണ്. ഉറുമി ഒരു സിനിമയുടെ പേരും കൂടിയാണ്. അപ്പോൾ INS മാഹിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ ഉൾപ്പെട്ട ആയുധം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറുമിയാണ്. അപ്പോൾ തിരമാലകളിൽ നിന്നും ഉയർന്നു വരുന്ന ഉറുമിയാണ് ഈ ചിഹ്നത്തിലുള്ളത്. ഇത് കപ്പലിന്റെ ചടുലതയും കൃത്യതയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് രണ്ട് ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ INS മാഹിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ ഉൾപ്പെട്ട ആയുധം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറുമിയാണ്. അപ്പോൾ ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കപ്പലിന്റെ ചടുലതയെയും പിന്നെ അതുപോലെ തന്നെ കൃത്യതയെയുമാണ് ഇതെന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് വരുന്ന ചോദ്യം ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം എന്ന് പറഞ്ഞത് കുറോസോ ആണ്. അപ്പോൾ കരീബിയൻ കടലിൽ ചേർന്നുള്ള ഒരു ചെറിയൊരു ദ്വീപ രാജ്യമാണ് കുറോസോ എന്ന് പറയുന്നത്. അപ്പോൾ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം എന്ന് പറയുന്നത് കുറോസോയാണ്. കരീബിയൻ കടലിൻ ഇടുക്കിൽ കാണപ്പെടുന്ന ഒരു ചെറിയൊരു ദ്വീപ സമൂഹം അല്ലെങ്കിൽ ദ്വീപ രാജ്യമാണ് ഏത് ഈ കുറോസ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തായിട്ട് വരുന്ന ചോദ്യം
എന്താ കഥ എന്ന പുസ്തകം രചിച്ച വ്യക്തി. അപ്പോൾ എന്താ കഥ, അപ്പോൾ കൽപ്പറ്റ നാരായണൻ എന്ന് പറയുന്ന വ്യക്തി രചിച്ച പുസ്തകമാണ് എന്താ കഥ എന്ന് പറയുന്നത്. അപ്പോൾ കൽപ്പറ്റ നാരായണന്റെ ആദ്യ ബാലസാഹിത്യ കൃതിയാണ് എന്താ കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ചോദ്യമാണ് ഇതിൽ വരുന്നത്. എന്താ കഥ എന്ന പുസ്തകം രചിച്ച വ്യക്തിയാണ് കൽപ്പറ്റ നാരായണൻ. അദ്ദേഹം രചിച്ച ആദ്യ ബാലസാഹിത്യ കൃതിയാണ് കൽപ്പറ്റ നാരായണൻ രചിച്ച ആദ്യത്തെ ബാലസാഹിത്യ കൃതി കൂടിയിട്ടാണ് എന്താ കഥ എന്ന് പറയുന്ന പുസ്തകം. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കോളുകൾക്ക് ഏർപ്പെടുത്തുന്ന പുതിയ നമ്പർ സീരിയൽസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കോളുകൾക്ക് ഏർപ്പെടുത്തുന്ന പുതിയ നമ്പർ വരുന്നത് 1600 ആണ്. അതായത് 1600 എന്ന് പറയുന്ന നമ്പറാണ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കോളുകൾക്ക് ഏർപ്പെടുത്തുന്ന പുതിയ നമ്പർ സീരീസ്. ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ RBI ആണ് ധനകാര്യ സ്ഥാപനങ്ങൾ, നമുക്ക് എവർക്കും അറിയാം, ഇപ്പൊ ധനകാര്യ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI. അപ്പോൾ ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? മുംബൈ ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കോളുകൾക്ക് ഏർപ്പെടുത്തുന്ന പുതിയ നമ്പർ സീരീസ് 1600 ആണ്, അല്ലെങ്കിൽ 1600 ആണ്. ഇത് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ദുബായിലെ എയർ ഷോയ്ക്കിടെ തകർന്നു വീണ വിമാനം എന്നുള്ളതാണ്. അപ്പോൾ ദുബായിലെ എയർ ഷോയ്ക്കിടെ തകർന്നു വീണ വിമാനം എന്ന് പറയുന്നത് തേജസ് ആണ്. അപ്പോൾ വിമാന ദുരന്തത്തിൽ വീരമൃത്യു വരിച്ച വ്യോമസേന വിംഗ് കമാൻഡർ എന്ന് പറയുന്ന വ്യക്തി നമൻ ഷാലാണ്. അപ്പോൾ ഇതിൽ 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട് നമുക്ക്. ദുബായിൽ എയർ ഷോയ്ക്കിടയ്ക്ക് തകർന്നു വീണ വിമാനം എന്ന് പറയുന്ന തേജസ് ആണ്. അപ്പോൾ ഈ വിമാനത്തിൽ വീരമൃത്യു വരിച്ച വ്യോമസേന വിംഗ് കമാൻഡർ ആണ് നമൻ ഷാൽ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അടുത്ത ചോദ്യം, വനിതാ കബഡി ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം വിമൻസിന്റെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു നമ്മൾ ആ ചോദ്യം വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൽ വന്ന് കബഡിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ വനിതാ കബഡി ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ള രാജ്യം ഏത് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അത് നമുക്കറിയാം, ഇന്ത്യയാണ്. അപ്പോൾ വനിതാ കബഡി ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ധാക്കയിലാണ് ഇത് ഫൈനൽ നടന്നത്. അപ്പോൾ ധാക്കയിൽ നടന്ന വനിതാ കബഡി ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത് ഇന്ത്യയാണ്. ധാക്കയിൽ നടന്ന ഫൈനലിൽ ചൈനീസ് തായ്പേയിലെ 35-28 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതാ ടീം തുടർച്ചയായിട്ടുള്ള 2ാം കിരീടം നേടിയത്. അപ്പോൾ ഇതിൽ മൊത്തം നിലവിൽ 3 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഒന്ന്, വനിതാ കബഡി ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ്. ധാക്കയിൽ വെച്ചായിരുന്നു ഈ വനിതാ കബഡി ലോകകപ്പ് നടന്നത്. അപ്പോൾ ഇതിനുള്ള റണ്ണറപ്പ് എന്ന് പറയുന്ന രാജ്യം ചൈനയാണ്. അപ്പോൾ ചൈനീസിലെ താപ്പയിൽ വെച്ച് നടന്നപ്പോൾ ഇന്ത്യക്ക് 35 പോയിന്റും ചൈനയ്ക്ക് 28 പോയിന്റുമായിട്ടാണ് ഇന്ത്യ എന്ത് ചെയ്ത് ചൈനയെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ തുടർച്ചയായിട്ട്, അപ്പോൾ കഴിഞ്ഞ വർഷവും നേടിയിട്ടുള്ള വനിതാ കബഡി ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത് ഇന്ത്യ തന്നെയാണ്. അപ്പോൾ തുടർച്ചയായിട്ട് 2ാം കിരീടം നേടിയിട്ടുള്ള രാജ്യം ഏത് എന്ന് ചോദിച്ചാലും അത് ഇന്ത്യ തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. ലാസ് വെഗാസ് ഗ്രാൻഡ് പ്രിക്സ് 2025 ജേതാവ് ആരെന്നുള്ളതാണ്. അപ്പോൾ 2025 ലാസ് വെഗാസ് ഗ്രാൻഡ് പ്രിക്സിന്റെ ജേതാവാണ് മാക്സ് വെസ്പെക്ടൻ എന്ന് പറയുന്ന വ്യക്തി. ലാസ് വെഗാസ് ഗ്രാൻഡ് പ്രിക്സ് 2025 ജേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാക്സ് വെസ്പെക്ടൻ ആണ്. 25 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മക്ലാരൻ കൺസ്ട്രക്ടേഴ്സ് കിരീടം നേടിയത്. അപ്പോൾ ലാസ് വെഗാസ് ഗ്രാൻഡ് പ്രിക്സ് 2025 ജേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാക്സ് വെപ്റ്റൻ ആണ്. 26 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മഗല്ലാൻ കൺസ്ട്രക്റ്റീവ് കിരീടം നേടുന്നത്. 2026 ജനുവരിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ടൂറിസം കോൺക്ലേവ് വേദി എവിടെ എന്നുള്ളതാണ്. അപ്പോൾ 2026 ജനുവരിയിൽ നടക്കുന്ന അടുത്ത മാസമാണ്. അപ്പോൾ 2026 ജനുവരിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ടൂറിസം കോൺക്ലേവ് വേദി എവിടെയെന്ന് ചോദിച്ചാൽ നിലമ്പൂർ ആണ്. അത് എന്തിനാണ് അത് കണ്ടന്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ടൂറിസം വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് നിലമ്പൂരിന് രാജ്യത്തെ പ്രധാന ടൂറിസം കേന്ദ്രമാക്കിയത്. അപ്പോൾ 2026 ജനുവരിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ടൂറിസം കോൺക്ലേവ് വേദിയാണ് നിലമ്പൂർ. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെയും ടൂറിസം വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് നിലമ്പൂരിനെ രാജ്യത്തെ പ്രധാന ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നത്. അടുത്ത ചോദ്യം,
ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പുള്ള ഒരു ചോദ്യമാണിത്. ഇന്ത്യൻ ഭരണഘടനാ ദിനം എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം 1950 ജനുവരി മാസം 26 അപ്പോൾ ആ സമയത്ത് തന്നെയാണ് നമുക്കിപ്പോൾ ഭരണഘടന നിലവിൽ വന്നതും. അപ്പോൾ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് നമുക്ക് ഏവർക്കും അറിയാം 395 ആർട്ടിക്കിൾസും 12 ഷെഡ്യൂളും 395 ആർട്ടിക്കിൾസ് വരുന്നുണ്ട് മൊത്തത്തിൽ ആ ടൈമിൽ. അതുപോലെ തന്നെ മൊത്തം 12 ഷെഡ്യൂളാണ് ആ ടൈമിൽ വരുന്നത്. അപ്പോൾ 395 ആർട്ടിക്കിളും 12 ഷെഡ്യൂളുമാണ് നമുക്ക് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉള്ളത്. എന്നാൽ ഇപ്പോൾ നിലവിൽ 448 ആർട്ടിക്കിൾസും 20 ഷെഡ്യൂളും അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിൽ ചോദ്യം വരുന്നത് ഇന്ത്യൻ ഭരണഘടനാ ദിനം നവംബർ 26 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് കണക്കാക്കുന്നത്. 1949 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. നമുക്ക് ഏവർക്കും അറിയാം ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിനം, അതായത് ആ അംഗീകരിച്ചിട്ടുള്ള ഒരേ ഒരു ഡേറ്റ് മാത്രമേ ഉള്ളൂ, അത് നവംബർ മാസം 26 അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനാ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് നവംബർ 26 എന്ന് കണക്കാക്കുന്നത്. 1949 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ നവംബർ മാസം 26 ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് കണക്കാക്കുന്നത്. അടുത്തതായിട്ട് വരുന്ന ചോദ്യം 2026 ICC പുരുഷ T20 ലോകകപ്പിന്റെ അംബാസഡർ ആര് എന്നുള്ളതാണ്. അപ്പോൾ 2026 ICC പുരുഷ T20 ലോകകപ്പിന്റെ അംബാസഡറായിട്ട് കണക്കാക്കുന്നത് രോഹിത് ശർമ്മയാണ്. അടുത്ത വർഷം ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെയാണ് ഈ ടൂർണമെന്റ് നടക്കുന്നത്. അപ്പോൾ 2026 ICC പുരുഷ T20 ലോകകപ്പിന്റെ അംബാസഡറാണ് രോഹിത് ശർമ്മ. അടുത്ത വർഷം ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെയാണ് ഈ ടൂർണമെന്റ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവർക്ക് അറിയാം രോഹിത് ശർമ്മ ഇപ്പോൾ നിലവിൽ ടെസ്റ്റ് സീരീസിൽ നിന്നും T20 സീരീസിൽ നിന്നും ഇപ്പോൾ വിരമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ODI മത്സരം മാത്രമേ ഇപ്പോൾ കളിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 2026 മുതൽ ICC പുരുഷ T20 ലോകകപ്പിന്റെ അംബാസിഡറായിട്ട് അദ്ദേഹം നിയമിതനായിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെ നിന്നാണ്. അപ്പോൾ 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയായിട്ട് വരുന്നത് അഹമ്മദാബാദ് ആണ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ ശതാബ്ദി പതിപ്പ് കൂടിയിട്ടാണ് 2030. അപ്പോൾ ഇതിലും 2 ചോദ്യം നമുക്ക് വരുന്നുണ്ട്. ഒന്നാമത്തെ വരുന്ന ചോദ്യം 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഹമ്മദാബാദ് ആണ്. രണ്ടാമതായിട്ട് വരുന്ന ചോദ്യം കോമൺവെൽത്ത് ഗെയിംസിന്റെ ശതാബ്ദി പതിപ്പ് കൂടിയാണ് ഏത് വർഷം 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്ന ചോദ്യം അടുത്തിടെ ബഹുഭാരതത്വം നിരോധിക്കുന്ന ബിൽ പാസാക്കിയ നിയമസഭ ഏത് എന്നുള്ളതാണ്. അപ്പോൾ അടുത്തിടെ ബഹുഭാരതത്വം നിരോധിക്കുന്ന ബിൽ പാസാക്കിയ നിയമസഭ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അസം നിയമസഭയാണ്. ഇത് പ്രകാരം ബഹുഭാരതത്വം 7 വർഷം വരെ തടവ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ബഹുഭാരതത്വം എന്ന് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഒന്നിൽ കൂടുതൽ എന്താണ് ഭാര്യമാരെ ഇപ്പം കല്യാണം കഴിക്കുന്നതിനാണ് ബഹുഭാരതത്വം എന്ന് കണക്കാക്കുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, അസം നിയമസഭ എന്ത് ചെയ്തിട്ടുണ്ട്, ബഹുഭാരതത്വം നിരോധിക്കുന്ന ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ഇത് പ്രകാരം ബഹുഭാരതത്വം കഴിക്കുന്നവർ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ശിക്ഷയായിട്ട് കണക്കാക്കുന്നത് 7 വർഷം വരെ എന്തുണ്ട്, തടവ് ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമായിട്ട് എന്ത് വരുന്നുണ്ട്, അസം നിയമസഭ കണക്കാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തായിട്ട് വരുന്ന ചോദ്യം അണ്ടർ 17 ലോകകപ്പിൽ കിരീടം നേടിയിട്ടുള്ള രാജ്യം എന്നുള്ളതാണ്. അപ്പോൾ അണ്ടർ 17 ലോകകപ്പിൽ കിരീടം നേടിയിട്ടുള്ളത് പോർച്ചുഗലിലാണ്. പോർച്ചുഗലിന്റെ ആദ്യത്തെ അണ്ടർ 17 കിരീടമാണിത്. അപ്പോൾ അണ്ടർ 17 ലോകകപ്പിൽ കിരീടം നേടിയിട്ടുള്ള രാജ്യമാണ് പോർച്ചുഗൽ. അപ്പോൾ പോർച്ചുഗൽ ആദ്യമായിട്ടാണ് അണ്ടർ 17 കിരീട ജേതാവായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് നിലവിൽ നമ്മളിപ്പോൾ നവംബർ മാസം 15 തീയതി മുതൽ നവംബർ മാസം 28 തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഇപ്പം ഒന്നെങ്കിൽ എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾക്കിപ്പോൾ തന്നെ അറിയാം, നമുക്കിപ്പോൾ മെയിൻലി ഇപ്പോൾ ഇന്നലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഇപ്പോൾ ഇസൈഡ വന്നിട്ടുണ്ട്, ഇപ്പോൾ അതുപോലെ തന്നെ വില്ലേജ് അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്, പിന്നെ ഏത് വരുന്നുണ്ട്, ഇപ്പോൾ ജയിലറിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രീവിയസ് എക്സാം എന്ന് പറയുന്നത് ഇപ്പോൾ 2026 ടൈമിൽ തന്നെ നമുക്ക് കാണും. അപ്പോൾ എന്തായാലും മെയിനായിട്ടും 2024, 2025 കറണ്ട് അവേഴ്സ് എന്തായാലും പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്ത് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ നവംബർ മാസം 1 മുതൽ നവംബർ മാസം 28 തീയതി വരെയുള്ള കറണ്ട് അവേഴ്സ് നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത കറണ്ട് അവേഴ്സുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും താങ്ക് യു.